ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഉണക്കമീൻ നല്ല ഫ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണവയാണ്, ഉണക്ക കണവയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ വെക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് കോവിഡൊക്കെ ആയതുകൊണ്ട് മീൻ കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഉപകാരമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കണവയാണ്, ഉണക്ക കണവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ അടർത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഉണക്ക കണവ വൃത്തിയാക്കാൻ ചിലവർക്ക് അറിയില്ല. ഇതിൻ്റെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടും. അപ്പം നമ്മളതിനെ എടുത്ത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ അതിൻ്റെ തൊലി ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും കേട്ടോ. പിന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ഇത് തൊലി കളഞ്ഞ ശേഷം വട്ടം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വട്ടം കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. കണ്ടല്ലോ, ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിടുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തലയൊക്കെ ജസ്റ്റ് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളൊരു കല്ല് പോലെ തോന്നും. അതിപ്പോൾ എടുത്ത് കളയാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ അധികമൊന്നുമില്ല. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീൻ നന്നായിട്ട് മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 2 വലിയ സൈസ് സവോളയാണ്. അതിപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതൊരു 3-4 വെളുത്തുള്ളിയും കൂടി വേണം. ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. തീരങ്ങ് അരിഞ്ഞു പോകരുത് കേട്ടോ, ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് 2 മാത്രമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കണവ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കണവ ഫ്രൈ ചെയ്തെടുക്കണം. തീ വല്ലാണ്ട് കൂട്ടിയിട്ട് കളയരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടുന്നുണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കടിക്കുമ്പം ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കരുത്, ഇച്ചിരി പൊട്ടുന്ന രീതിയിൽ. നമ്മൾ മനസ്സിലായില്ലേ, രണ്ടായിട്ട് കടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടുന്ന രീതിയിൽ നല്ല ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കണവ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് ഒരെണ്ണെടുത്ത് വായിലിട്ട് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കോരി മാറ്റുന്നത് കേട്ടോ. ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ച് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരെയും വേണം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരെയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. മീനിൽ ഉപ്പിട്ടതാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഉപ്പ് കൂടി പോവരുത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണിത്. ഇത് ഇടുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെയും പൊടികൾ ചേർത്ത് അതിനെ നശിപ്പിച്ച് കളയരുത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, പച്ചക്കുത്ത് മണമൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം നല്ല ചൂട് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണക്കമീൻ വറുത്ത വെളിച്ചെണ്ണയിൽ ചെയ്തത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. മീൻ ഇട്ടില്ലെങ്കിൽ പോലും ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്.
അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കുമ്പോൾ വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത്രയേ ഉള്ളൂ, ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. ചാറ് അധികം വേണ്ടെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കുറുക്കിയെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, വളരെ തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേറെ ഇലകളൊന്നും ചേർക്കുന്നില്ല, കറിവേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് തീ ഓഫാക്കി ഇടാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കറി? അടിപൊളിയല്ലേ? കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കണവ മാത്രമല്ല കേട്ടോ, എല്ലാ ഉണക്കമീനും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ മറ്റു മീനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് അല്ലെങ്കിൽ മുള്ളടിക്കാനായിട്ട് നിൽക്കും, അപ്പോൾ അതൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ബെൽ ബട്ടൺ വരും, അതിൽ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഓൾ എന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാൻ മറ്റു വീഡിയോകൾ ഇടുമ്പോഴേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.